ഞാൻ ഷോർട്ടേജ് ഉണ്ടാക്കിയിട്ടാണ് എങ്ങനെയാണെന്ന് നോക്കി ഞാൻ പറയാം. -CD 12 വോൾട്ട് നമ്മൾ ഇൻക്യുബേറ്ററിന് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 5 വോൾട്ട് കൊടുത്തിട്ട് 12 വോൾട്ട് ജനറേറ്റ് ചെയ്യും. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൽ ഇത് കാണിക്കാം. ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് അതൊക്കെ അറിയാം. കാണിച്ചോളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സ്വാഗതം. നമ്മുടെ സോൾട്ട് ഞാൻ സെറ്റപ്പ് ആണ്. നമ്മുടെ സോൾട്ട് ഞാൻ കറക്റ്റ് കാണേണ്ടി വിചാരിക്കുന്നു. ഞാൻ ടൈപ്പ് വെച്ചാൽ ചെയ്യണേ. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ കുറച്ച് കാണും. ശരിക്കും ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. അതൊന്ന് ഡീറ്റെയിൽ കാണിക്കാം. ഇതാണാക്കട്ടെ അതിന്റെ സോൾട്ട് ഞാൻ ഇതുണ്ടാവും. ഓണാക്കി ലൈറ്റ് വെക്കും. ഇത് സോൾഡറിങ് വേസ്റ്റ്, ഇത് സോൾഡറിങ് വയറ്, ഇതിന് കുറച്ച് പേസ്റ്റ് സംഭവമൊക്കെ ഉണ്ട്. അതൊന്ന് സോൾഡറിങ് ചെയ്യാം. ഇതൊന്ന് ഹീറ്റ് ആവട്ടെ. കുറച്ച് ചെയ്യണം ഹീറ്റ് ചെയ്യും. ഇത് കറക്റ്റ് കാണുന്നുണ്ടെന്ന് വിചാരിക്കും. കുറച്ചുകൂടി ഒന്ന് ശരിക്കണം. ഓക്കെ, തൊട്ടത്തൊരു സാൻഡ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഞാൻ വരയ്ക്കേണ്ടി വന്നാലേ. ഗൈസ് ഇത് ചൂടാവട്ടെ, കുറച്ച് വെയിറ്റ് ചെയ്യാം. ഞാൻ ചെയർ എടുക്കാൻ പോയതാണ്. അതാണ് സൗണ്ട് ഒക്കെ കേട്ടെ. ഈ ചെയർ ഇവിടെ കൊള്ളിക്കണേ. ഇത് കൊള്ളും, എനിക്ക് ഫാൻ ഇടാൻ പറ്റില്ല. വേറെ കഷ്ടപ്പാടെ. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ സബ്സ്ക്രൈബ് ബട്ടൺ എനിക്ക് കഷ്ടപ്പാടാണ്. സ്മെല്ലൊക്കെ വന്നിറങ്ങിയത് അതന്നെ. ഇത് കണ പുക ആണ്. നിങ്ങക്ക് കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വ്യൂ എനിക്ക് കുറയണ്ട. ഈ ഫ്രെയിം വെച്ചിട്ട് എന്ത് വരാം നോക്കിക്കോട്ടാ. എന്നെ കണ്ടോ എനിക്ക് കണ്ടോട്ടെ. സോൾഡറിങ് പേസ്റ്റ് ആണ്. മുമ്പ് എനിക്കാക്കി വെച്ചാ. കുറച്ച് കഴിഞ്ഞിരിക്കാം. ഇതാ ചൂടായല്ലോ. ഞാൻ കത്തി തരണമായിരുന്നു. ആ കത്തിയോ ഇത് പേടിക്കാതെ ഞാൻ വെക്കാം. എന്റെ പകരം കഥയുണ്ടായി. ഇത് ഞാൻ 1000 സംതിങ് മേടിച്ചാണ്. ചൈനീസ് സംതിങ് പോട്ടെ 2021. ഇതിന്റെ ഇവിടെ വെച്ചാൽ കണ്ട ഒരു സാധനം ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ഇത് കൂടെ ഒരു മെറ്റൽ സാധനം, ഈ സോൾഡറിങ് വയറില്ലേ, ഇത് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇതേ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇടാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതെന്റെ മനസ്സിൽ കൊണ്ട് എന്നറിയും. ഇവിടെ ഞാൻ ഇട്ടിരുന്നു. ഫസ്റ്റ് എന്റെ സോൾഡറിങ് വയർ ഫുൾ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ചെറിയ പീസാണ്. അത് കുത്തി കയറ്റിയിട്ട് ഞെക്കുമ്പോ ഉള്ളിലേക്ക് വരക്കും. പിന്നെ ഇവിടെ ഒരു സാധനം കണ്ട, അത് കൂടെ വയർ ഫീഡർ ഉണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടായിട്ട് ഈ ടിപ്പിന്റെ തൊട്ട് ഇപ്പുറത്ത് വെച്ചാൽ ഈ സ്ക്രൂ കണ്ട, അത് അതിന്റെയാണ്. അതൊക്കെ ഞാൻ ഒരു കളഞ്ഞു പിന്നെ യൂസ് ചെയ്തോണ്ട്. അപ്പൊ നമ്മൾ ഇത് കൂടെ ഫീഡ് ചെയ്ത് ഞെക്കണം. അപ്പൊ ഇത് കൂടെ വന്ന് എടുത്ത സാധനം കണ്ടു. ഞാൻ ചേർത്തിട്ടുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഒരു കറങ്ങാൻ മെക്കാനിസം ഉണ്ട്. ഇതിന്റെ തന്നെ ഇവിടെ മുകളിൽ വെക്കും എന്റെ ഒരു കറങ്ങാൻ മെക്കാനിസം. അത് കേടായി. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ആക്കിയിട്ട് അവിടെ സെറ്റായി. ഞാൻ അഴിച്ചിട്ട് പിറ്റേന്ന് നോക്കുമ്പോൾ അതിലേക്കായില്ല. പിന്നെ ഞാൻ എടുത്തു. അപ്പൊ ഇവിടെ വലിയൊരു സ്പ്രിങ് ഉണ്ട് കംപ്രസ് ചെയ്യാൻ. ആ സ്പ്രിങ് കേടായി. അതുകൊണ്ട് ഇത് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടി വരുന്നു. ഇതുപോലെ വേറെ മേടിക്കുന്നുണ്ട്. ഞാൻ സഹായിക്കും. ഇത് ഡൽഹിയുടെ ചൈനീസ് ആണ്. 220 വോൾട്ട് 60 വാട്ട്സ് ഉണ്ട്. സ്റ്റേഷൻ പോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പിന്നിന് പ്രത്യേകത ഉണ്ട്. കാണിക്കാനായിട്ട് നോക്കട്ടെ. ഇതാണ് ഇതിന്റെ പിന്ന്. ചൈനീസ് സാധനം അറിയില്ലേ, 3 എണ്ണം ഒരു നീണ്ട പട്ടപത്ത ടൈപ്പ്. ഇതിന്റെ 3 നീണ്ടത്. അത് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യണം. ഇലക്ട്രിസിറ്റി ആയിട്ട് കളിക്കുമ്പോൾ നോക്കി കളിക്കണം. നമുക്ക് നിർക്കി കാണിച്ചു തരാം. ഇത് വേണ്ട, അതിന്റെ വയർക്ക് പിടിപ്പിക്കട്ടെ. കാണിക്കാൻ വേണ്ടി വയറെടുത്ത തിരിച്ച് കാര്യത്തിലുണ്ടായില്ലേ. മരുന്ന് കാണുന്നത് ഞാൻ സോൾഡർ ചെയ്യാൻ പോകുന്നല്ല കേട്ടാ. അറിയാം സോൾഡർ ചെയ്യും.
കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുന്നു. ഷോർട്ട് ആൻഡ് ഫ്ലെക്സ് ടേസ്റ്റ് ആണെന്ന് തന്നെ പറയാം. ഇത് പിടിക്കണ്ടേ? കണ്ട ഇത് പിടിക്കണ്ട, കാര്യമായിട്ടൊന്നും പിടിക്കണില്ല. എന്താ പറയാ, എടുപ്പിക്കും. പേടിക്കണേ വരതൊന്നും. കുറച്ച് പിടിച്ചു. പേസ്റ്റ് അപ്ലൈ ചെയ്ത് പറയുന്നതാണ്. ഇപ്പൊ വെച്ചിട്ടും പേസ്റ്റ് അപ്ലൈ ചെയ്ത് പകരം ഞാൻ പ്രോ അല്ല കേട്ടോ. അതെങ്ങനെയാണ് അറിയണമായിട്ട് ഞാൻ ചെയ്യരുത്. പേസ്റ്റ് കണ്ടത് കുറച്ച് ഡേഞ്ചേഴ്സ് ആണ്. കുഞ്ഞുങ്ങളെ ട്രൈ ചെയ്യരുത്. വെച്ച് ചെയ്തത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ റെസ്പോൺസിബിൾ അല്ല. കണ്ട ഇപ്പൊ പിടിക്കുന്നതാണ്. ഇപ്പൊ പിടിച്ചു. കണ്ട ഡിസൈൻ വരുന്നുണ്ട്. കുറച്ച് കരിക്കലേക്ക് കഴിച്ചു. ഞാൻ എപ്പോഴും പഠിച്ചോണ്ടിരിക്കണ്ട ഇങ്ങണ്ട് അതൊക്കെയാണ്. ബാക്കിയൊന്നും വേണ്ട. നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ഷോൾഡർ കാണില്ലേ, അതൊക്കെ ഇതാണ്. ഇതിങ്ങനെ ഞാൻ ആക്കിയിട്ട് ചോദിച്ചിട്ട് കട്ടാക്കി വയ്ക്കും. ഇതുകൊണ്ട് വയറാക്കാൻ എനിക്കറിയില്ല, ജസ്റ്റ് എനിക്ക് കാണിക്കാം. ഫാനിന്റെ വേണ്ടത് വിശ്വസിക്കുന്ന പ്രശ്നമാണ്. തമ്മിൽ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, അതിനുവേണ്ടി ഉപയോഗിക്കാം. പിന്നെ സൗണ്ട് കേൾക്കാൻ നേരത്തെ നോക്കിയാൽ മൈക്കൻ്റെ ഇവിടെ ഒന്ന് യൂട്യൂബിൽ കാണിക്കാം. പിന്നെ ക്യാമറ കേടാവുന്ന എനിക്കൊരു പേടിയുണ്ട്. ആദ്യം ആകെ ഇരിക്കണേ പ്രശ്നമായി കിടക്കിട. അയ്യോ ഫ്ലാഷ് ആയതാണ്. ഞാൻ മൈക്ക് അടക്കി വെച്ചു. നീറ്റിയൊക്കെ എനിക്ക് അടിക്കാൻ വേണ്ട ക്യാമറ വേണ്ട. ഞാൻ സോൾഡർ കുറച്ച് ഇത് കാണിച്ചു തരാം. സർക്യൂട്ട് എനിക്ക് അത് കാണിക്കാൻ വിട്ടുപോയിണ്ടായിരുന്നു. ഇത് കാണിക്കാം. ഞാൻ സോൾഡർ ഉണ്ടാക്കിയതാണ്. എങ്ങനെയാണെന്ന് നോക്കി ഞാൻ പറയാം. -12 നമ്മൾ ഇൻക്യുബേറ്ററിന് വീട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 5 വോൾട്ട് കൊടുത്തിട്ട് 12 വോൾട്ട് ജനറേറ്റ് ചെയ്യും. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൽ ഇത് കാണിക്കാം. ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. എനിക്ക് അതൊക്കെ അറിയാം, ഒന്ന് കാണിച്ചോളൂ. സോൾഡറിന്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ അവിടെ വെച്ച് നോക്കട്ടെ. എനിക്ക് തന്നെ അറിയില്ല ഞാൻ അവിടെ വെച്ചു. ആദ്യം എന്തോ ഒരു മെറ്റൽ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. എന്റെ നല്ലൊരു സോൾഡറിയാണ് ഈ ഡൽഹിയുടെ സാധനം. ഓട്ടോമാറ്റിക് ഫീഡർ ഉള്ളത് എന്റെ മനസ്സിൽ വരാൻ കേടായി. ഇപ്പൊ 1000 റുപ്പീസ് നഷ്ടം പറയാൻ പറ്റില്ല. കുറെ സോൾഡർ പ്രൊഡക്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മുതലേ ഇതിന്റെ കൈകൊണ്ട് വേണമെങ്കിൽ നോക്കാതെ, അല്ലെങ്കിൽ അത് കത്തി പിടിച്ച പണി. കുട്ടികളൊന്നും ചെയ്യാൻ നിൽക്കരുത്, അറിയണവരെ വീഡിയോ ചെയ്യാൻ നിൽക്കുക. ഞാൻ കിടന്ന് ക്യാമറയ്ക്ക് കാണിക്കണം. സോൾഡർ ഡിസ്പ്ലേ ഒതുങ്ങിയിരുന്നു. ഞാൻ ഫാൻ നോക്കണല്ല. പിന്നെന്താ ഫേസ് കാണിച്ചു. ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് ഫീഡർ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ കേടായതുകൊണ്ട് ഞാൻ മുമ്പത്തെ സോൾഡർ ഞാൻ സ്റ്റിക്ക് പോലത്തെ അതിന്റെ സ്റ്റാൻഡൊക്കെ ഉണ്ട്, അത് ഞാൻ ഇവിടെ കൊണ്ട് കളഞ്ഞു. ഇതൊക്കെ മൈക്ക് അവിടെ എന്റെ അവിടെ സംസാരിക്കണം. അല്ലെങ്കിൽ കേൾക്കുന്നത്. താങ്ക് യു.